ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് വെണ്ടയ്ക്കയും മുരിങ്ങയിലയും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പകുതി സവോള മാത്രമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സോളയൊക്കെ ഞാനിവിടെ നല്ല പൊടിയായിട്ടാണ് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ സോളയൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് 500 ഗ്രാം വെണ്ടയ്ക്ക ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക ഞാൻ അധികം കട്ടിയില്ലാത്ത രീതിയിലാണ് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ അധികം മൂക്കാത്ത രീതിയിലുള്ള വെണ്ടയ്ക്ക വേണം കേട്ടോ നമ്മളിതിലേക്ക് എടുക്കാനായിട്ട്. അപ്പോൾ അത് അരിഞ്ഞെടുത്തിട്ടുള്ള വെണ്ടയ്ക്ക മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അത് ചെറുതായിട്ടൊരു കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളെല്ലാം തന്നെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമുക്കിതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നമുക്ക് തുറന്നിട്ടിട്ടും സെയിം രീതിയിൽ തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്നൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നല്ലപോലെ കുക്കായി വന്നാൽ പിന്നെ ഇതിലേക്ക് 1 കപ്പ് മുരിങ്ങയില കൂടെ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വരെ മുരിങ്ങയില ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മുരിങ്ങയിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് യോജിച്ച് കിട്ടണ വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടക്കൊക്കെ അത്യാവശ്യം നല്ല കൊഴുപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് തന്നെ ബുദ്ധിമുട്ടുണ്ടാവും ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ മുരിങ്ങയിലേക്ക് അധികം വേവില്ലല്ലോ. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ മുരിങ്ങയില അത്യാവശ്യം നല്ലപോലെ കുക്കായിട്ടും കിട്ടും. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ അളവിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 മുട്ട മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മുട്ട എല്ലാം കൂടെ ഞാൻ നല്ലപോലെ നുടച്ചെടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് നമ്മുടെ ഈ ഒരു വെണ്ടയ്ക്കയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു മുട്ടയിൽ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഫുള്ളായിട്ട് ഒന്ന് പോയി കിട്ടുന്നത് വരെ ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ സംഭവം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്ത് പേരിടാന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ വെണ്ടയ്ക്കയുടെ ആ ഒരു കൊഴുപ്പ് തന്നെ നമുക്ക് ഈ ഒരു ചോറിലേക്ക് കഴിക്കാനായിട്ടുണ്ടാവും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും സൈഡ് ഡിഷിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.